ഹലോ. അപ്പോൾ നമ്മുടെ പാനൽ കട്ടിൻ്റെ വീഡിയോ ഉണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ കളറിൻ്റെയും ഇങ്ങനെ പീസസ് ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 7 മെറ്റീരിയൽ ഉണ്ട്. 1/2 മീറ്റർ വെച്ച് മേടിച്ചതാണ് 7 മെറ്റീരിയൽ. അതുപോലെ തന്നെ കയ്യിൽ പാച്ച് വെക്കാനും ഇതെല്ലാത്തിൻ്റെയും കൂടി പീസ് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഈ ഒരു ഓർഡറിലാണ്, ഇപ്പോൾ കണ്ട ഓർഡറിലാണ് ഞാൻ ഈ പീസുകളെല്ലാം ജോയിൻ ചെയ്യണത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഭാഗത്തെ പീസ് കംപ്ലീറ്റ് ഞാൻ താഴെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു ഭാഗത്തെ പീസ് ഞാൻ അത് നോക്കി ഓരോന്ന് ഇതുപോലെ വെച്ച് തയ്ച്ച് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. കാരണം ഫ്രണ്ടിലത്തെ പീസ് പോലെ തന്നെ ബാക്കിലത്തെ പീസ് നമ്മൾ അറേഞ്ച് ചെയ്യണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതേപോലെ കളർ കോർഡിനേഷനും അതേപോലെ കറക്റ്റായിരിക്കണം. നമ്മളിങ്ങനെ വെട്ടിയത് ശേഷം നിലത്ത് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് വെച്ച് നോക്കണം. ആ പീസും ഈ കളറും കൂടി മാച്ച് ചെയ്യുമോ അല്ലെങ്കിൽ മാച്ച് ചെയ്ത് പോകുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കിതിന് ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതെല്ലാം വെട്ടിയതിന് ശേഷം നിലത്ത് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു കളർ സെറ്റ് ആയപ്പോഴത്തേക്കും ഞാനത് തയ്ക്കാൻ ആരംഭിച്ചു. റെഡിൻ്റെ തന്നെ 2 ഷെയ്ഡ് ഉണ്ടായിരുന്നു, 2 മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 4 പീസ് തന്നെ ഫ്രണ്ടിൽ വരും. അപ്പോൾ നമ്മളത് റെഡ് നമ്മൾ എല്ലാത്തിലും നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് ഇടയ്ക്കിടയ്ക്ക് അറേഞ്ച് ചെയ്ത് കയറ്റി വെച്ചു. അങ്ങനെ നമ്മളിങ്ങനെ എല്ലാ പീസുകളും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. കാരണം 8 കളറാണ് ഇതിൽ വന്നേക്കണം, 8 മെറ്റീരിയലാണ്. 8 മെറ്റീരിയലിൻ്റെ ഓരോ മെറ്റീരിയലും 4 പീസ് വെച്ചുണ്ട്. ഫ്രണ്ടിൽ 2 പീസ്, ബാക്കിൽ 2 പീസ്. അങ്ങനെ ഇതിൻ്റെ പാനൽ ടോട്ടൽ 16 പീസാണ് ടോട്ടൽ പാനൽ കട്ട് വന്നേക്കണത്. 16 12 എണ്ണി നോക്കണം. അത്രയും പീസസ് നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്ന് നമ്മളിങ്ങനെ കണ്ട് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം നമ്മളിങ്ങനെ അതിൽ നോക്കി താഴെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഓരോ കളർ ഇങ്ങനെ നോക്കിയാണ് നമ്മളിതെല്ലാം പിടിപ്പിക്കുന്നത്. അതേപോലെ കട്ട് ചെയ്തതും ഒരേപോലെ ആണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല ഇത് ചെയ്തെടുക്കാനായിട്ടോ. അധികം ഏറ്റക്കുറച്ചിലോ കയറി ഇറങ്ങിയോ അങ്ങനെയൊന്നും വരില്ല. ഏകദേശം നമ്മുടെ ഇത് തയ്ച്ചേട്ടോ പാനൽ ഇതുപോലെ അറേഞ്ച് ചെയ്തു. ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും പാനൽസ് നമ്മളിങ്ങനെ എല്ലാം കണ്ടോ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പിന്നെ ഫിഗർ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പീസ് കട്ട് ചെയ്യാം. യോക്കിൽ സൈഡിൽ ഒരു എക്സ്ട്രാ പീസ് നമുക്ക് പ്രിൻസസ് കട്ട് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഉള്ള തുണി എന്ന് പറഞ്ഞാൽ യെല്ലോയുടെ തുണിയായിരുന്നു ഉള്ളത്. അപ്പോൾ അത് ഞാൻ സൈഡിൽ ഇങ്ങനെ എക്സ്ട്രാ ഒരു ഡിസൈൻ അങ്ങനെ മാറി നിൽക്കണമല്ലോ സൈഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യെല്ലോയുടെ പീസ് മാത്രം ഉണ്ടായിരുന്നല്ലോ ഇത്തിരി കൂടുതലായിട്ട്. ഞാനത് അങ്ങനെ തന്നെ എടുത്ത് ഒരു പ്രിൻസസ് കട്ടായിട്ട് വെട്ടിയിട്ട് ഇതിങ്ങനെ കൊടുത്തു. അതിന് ശേഷം നമ്മൾ നെക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് വീനെക്കാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്രോസ് പീസിലാണ് വീനെക്ക് എപ്പോഴും ഞാനിത് സ്റ്റിച്ച് ചെയ്യണത്. ക്രോസ് പീസ് എനിക്ക് എപ്പോഴും ഫിനിഷിംഗ് ആയിട്ട് കിട്ടാറുണ്ട്, നല്ല ഭംഗിയിൽ കിട്ടാറുണ്ട്. സെയിം പോലെ തന്നെ ബാക്ക് പീസും അതേപോലെ തന്നെ നമ്മളിങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വീനൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ പറയുക, സാധാരണ പിടിപ്പിക്കാറുണ്ട്, മറ്റേ പേപ്പർ സ്റ്റിഫൊക്കെ ഞാൻ പിടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് പേപ്പർ സ്റ്റിഫൊന്നും വെച്ചില്ല, ക്രോസിൽ തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്കിലേക്ക് മടക്കി അരികെ ചെറുതായിട്ട് മടക്കിയിട്ട് ഒന്ന് പതിച്ചടിക്കുക. ഇതിൻ്റെ മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ പതിച്ചടിക്കുമ്പോഴത്തേക്കും ആ കളറൊന്നും പുറത്തങ്ങനെ കാണാറില്ല. മാത്രമല്ല നന്നായിട്ട് നമ്മൾ അയൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും നന്നായിട്ട് പതിഞ്ഞിരുന്നോളൂ കേട്ടോ ഈ നെക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ പോയിൻ്റ് വരുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അവിടെ മാത്രമുള്ള കുറച്ച് ഒരു എന്താ പറയുക, ചിലപ്പോൾ അങ്ങോട്ട് നീങ്ങിപ്പോകാനും അല്ലെങ്കിൽ ആ ഒരു ലൈൻ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉള്ളത് നമ്മുടെ ആ ഒരു വീട് പോയിൻ്റ് വരില്ലേ, അവിടെ മാത്രം ഇത്തിരി വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ യോക്ക് നമ്മുടെ തയ്ച്ചു കഴിഞ്ഞു. സെയിം തന്നെ ബാക്കിലും ക്രോസ് പീസ് എടുക്കുക. ബാക്കിൽ പിന്നെ സെയിം നമ്മളെപ്പോഴും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, ബാക്കിൽ ക്രോസ് വെച്ചിട്ട് പതിച്ചടിക്കുക, നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ. ഞാനെപ്പോഴും അങ്ങനെയുണ്ട്. ചിലവരൊക്കെ മറ്റേ പേപ്പർ സ്റ്റിഫ് വെച്ചിട്ട് തന്നെ വളരെ ക്രിയാത്മകമായിട്ടൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞു കേട്ടോ. അതൊന്ന് പതിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് പീസിൻ്റെ പടി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മൾ കൈക്ക് വേണ്ടി കുറച്ച് പീസസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു.
അത് നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കൈയുടെ മേലിലേക്ക് പുറത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും ആ നമ്മുടെ സ്റ്റിച്ച് ഇട്ടേക്കണമെന്ന് നമ്മുടെ കൈമേൽ വരില്ല. അപ്പോൾ ഞാൻ ഇത് 24 ഇഞ്ച് ലെങ്ത്തുള്ള കൈയാണ് കേട്ടോ. അപ്പോൾ 24 ഇഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയ ഫുൾ ലെങ്ത്താണ്. അപ്പോൾ അതിന് പുറത്തേക്കാണ് ഞാനിങ്ങനെ പീസസ് വെച്ചിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് അതിന് പുറത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ഫിനിഷിങ് കിട്ടും, കുറച്ച് കട്ടിയും കൂടി കിട്ടും. നമ്മളല്ലാതെ നമ്മൾ അടിച്ചപടി അങ്ങനെ തന്നെ എക്സ്ട്രാ താഴത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിച്ച് കയറ്റിടുമ്പോൾ ചിലപ്പോൾ വിട്ടു പോകാനും അതുപോലെ സ്റ്റിച്ച് കഴിഞ്ഞ് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ നല്ല മനോഹരമായിട്ട് കൈയുടെ താഴെ നമുക്കിങ്ങനെ പാച്ച് കൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. സെയിം തന്നെ നമ്മുടെ രണ്ടാമത്തെ കൈയും ഇതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണേ കേട്ടോ. രണ്ട് കൈയും ഒരേപോലെ തന്നെ ആണല്ലോ. അപ്പോൾ രണ്ട് കൈയും നമ്മൾ ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതും ഇതുപോലെ തന്നെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞു, ഫിനിഷ് ചെയ്തു. ഫിനിഷിങ്ങായിട്ട് ഞാൻ അരിക അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെയിൻബോ ഫ്രോക്കിൻ്റെ ഹാൻഡിൻ്റെ പരിപാടി. അടുത്തത് എന്താ ചെയ്യുക, നമ്മുടെ കൈ പിടിപ്പിക്കുക, നമ്മുടെ യോക്ക് പീസിലേക്ക് കൈ അറ്റാച്ച് ചെയ്യുക, സെൻറ്റർ എടുക്കുക, കൈയുടെ സെൻറ്റർ എടുത്ത് സെൻറ്ററിൽ വെട്ടുക. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് പിടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ കൈ ഇങ്ങനെ നമ്മുടെ പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അതും കൂടി നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൃത്യയുടെ ഏകദേശം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡ് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഭയങ്കര സമയം എടുക്കുക ചെയ്യാനായിട്ട്, നല്ല ടൈം എടുത്തായിരുന്നു. 2-3 മണിക്കൂർ എനിക്ക് തോന്നുന്നത് എടുത്തു ചെയ്യാനായിട്ട്. വീഡിയോ 12 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, പക്ഷേ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് അത്രയും ടൈം നമുക്ക് എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല വർക്കുണ്ട്. വെട്ടിയെടുക്കാനാണെങ്കിലും തയ്ക്കാനാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല പണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അജ്രക്കല്ല മെറ്റീരിയൽ, ഇത് നമ്മുടെ ബ്ലോക്ക് പ്രിൻറ്റേഴ്സാണ്. അജ്രക്കിൻ്റെ പ്രിൻ്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ പാച്ച് ചെയ്തത്. ഈ ഒരു കുർത്ത റിമി ടോമി ഇട്ടിട്ടുണ്ട്. അപ്പോൾ റിമി ടോമിയുടെ കുർത്തിയുടെ ഏകദേശം ഇത് കണ്ടിട്ടാണ് ഇങ്ങനൊരു മെറ്റീരിയൽ എടുത്ത് ചെയ്യാനായിട്ട് തോന്നിയത്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ലതുമാണ്. അപ്പോൾ നമ്മുടെ കൈ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. കൈ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബോഡി പാർട്ട് കൂടുന്നത്, യോക്ക് പീസിൻ്റെ താഴേക്ക് ബോഡി പാർട്ട് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് യോക്ക് പീസ് കൂട്ടാട്ടോ, ജോയിൻ ചെയ്യാണ്. താഴത്തെ നമ്മുടെ പാനിൽ ആ ഒരു പാർട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ബാക്ക് പീസ് ഫ്രണ്ട് പീസും നമ്മൾ സൈഡ് ജോയിൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ ബാക്കിലത്തെയും കൂടി ഉള്ളത് ജോയിൻ ചെയ്യാനാണ്. ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞ പോലെ ഇത് നല്ല പണിയുണ്ട്. ഈ ഒരു പാനലൊക്കെ ഇട്ട് പണ്ട് നെറ്റിലൊക്കെ അനാർക്കലി തയ്ക്കുമായിരുന്നു. നെറ്റിൽ കുഞ്ഞു പീസസാണ് വെട്ടി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു പീസ് വെട്ടിയെടുക്കുമ്പോഴത്തേക്കും എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ. പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അന്നൊക്കെ പുറത്ത് തയ്ച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. സ്വന്തമായിട്ട് തന്നെയാണ് സ്വന്തമായിട്ട് ചെയ്യാനുള്ള പണിയിലാണ് അതൊക്കെ ചെയ്യാനായിട്ടോ. അപ്പോൾ നല്ലൊരു റോയൽ ബ്ലൂ നെറ്റ് എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് എന്താണ് നമ്മുടെ ഡിസൈനർ നെറ്റ് താഴത്തേക്ക് ഒരു 6 ഇഞ്ച് വീതിക്ക് പിടിപ്പിച്ചിട്ട് കുഞ്ഞു കൈയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാനൽ കോട്ടൻ്റെ തയ്ച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. കാരണം അന്നും ഇത്രയും കഷ്ടപ്പാടുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കുർത്തി തയ്ച്ച് കഴിഞ്ഞിട്ടോ, കണ്ടോ, ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ഫിഗർ വരുന്നത്. കണ്ടോ, ഇത്രയും പീസസാണ് നമ്മൾ ജോയിൻ ചെയ്തേക്കണം. എന്നെ നോക്കി അറിയാം, ഒരു 10-16 പീസസ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കയ്യിൽ തന്നെ ഒരു വശത്തേക്ക് 8 പീസാണ്. അങ്ങനത്തെ ഡബിൾ പീസാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുർത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിഗറാണ്. കാരണം എൻ്റെ അളവൊന്നും അല്ല, ഇത് കസ്റ്റമറിൻ്റെ അളവാണ്. പക്ഷേ കസ്റ്റമറുടെ ഒരു പാവം ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുന്നതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു നല്ല രസമുണ്ട് കാണാൻ, ഇട്ടപ്പോഴും നല്ലതാണ്. പക്ഷേ ഞാൻ ഇടുന്നതിനേക്കാളും നല്ല ഭംഗി ആ കസ്റ്റമർ ഇട്ടതാണ്. അതിൻ്റെ അളവിലല്ലേ തയ്ച്ചിരിക്കുന്നത്. ഈ പോർഷനാണെങ്കിലും താഴെ ആണെങ്കിലും ഫ്ലെയർ ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്